നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ എം സ്വരാജിനെ വിജയിപ്പിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ എം സ്വരാജ് ആരാണ് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കെ എം ഷാജി ഒരു പ്രസംഗം പ്രസംഗിച്ചിരുന്നു. അതൊരു ഒന്നൊന്നര പ്രസംഗമായിരുന്നു. ആ സംസാരം 5-6 ദിവസം മുമ്പ് നടന്ന സംഭവമാണിത്. അന്ന് ഈ ചാനലിൽ അത് കൊടുക്കാതിരുന്നത് അന്നല്ല അതിന്റെ ഒരു സ്വാധീനം തെരഞ്ഞെടുപ്പിൽ വരേണ്ടത് എന്നാണ്. ഇന്നാണ് വരേണ്ടത്. ഇനി ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ, കെ എം ഷാജിയുടെ വാക്കുകൾ മുഴുവനായി നിങ്ങൾ കേട്ടാൽ, നിലമ്പൂരുകാരെ നിങ്ങൾ കൃത്യമായി തീരുമാനമെടുക്കും. എന്താല്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു സമ്മാനം കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകൾ പാടുന്ന എം സ്വരാജ് കണ്ടം വഴി ഓടുന്ന അതിമനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കെ എം ഷാജിയുടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടെന്ന് പറയുന്നത്. വളച്ചൊടിക്കുന്നില്ല, നേരെ കെ എം ഷാജി എന്താണ് അന്ന് പറഞ്ഞത് എന്ന് നോക്കാം. കുറെ ദിവസങ്ങളായി CPM സ്ഥാനാർത്ഥിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരാകും ഇവരാകും എന്നൊക്കെ നാട്ടുകാരെ പലരെയും ചൂണ്ടിയിട്ട് പറഞ്ഞു. ഡോക്ടർമാരൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അതറിയാവുന്ന ഡോക്ടർമാരൊക്കെ ഊട്ടിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തടിയെടുത്ത് ഫോൺ പോലെ ഓഫാക്കി, അഥവാ സ്ഥാനാർത്ഥിയാക്കി കളയെന്ന് പേടിച്ചിട്ട് മാറിക്കളഞ്ഞു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അവസാനം അവര് കൂട്ടിലെ കോഴിയെ തന്നെ ഇറക്കാൻ തീരുമാനിച്ചു. സ്വരാജിനെ ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. CPM പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വരാജ് നിലമ്പൂർക്കാരനാണ് എന്നാണ്. അതെപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ തവണ അൻവർ മത്സരിക്കുമ്പോഴും സ്വരാജ് നിലമ്പൂർക്കാരൻ തന്നെയാണ്. മെനഞ്ഞാന്നല്ല ഇവിടെ വന്ന് മെമ്പർഷിപ്പ് എടുത്തത്. നേരത്തെയും അദ്ദേഹം ഈ നാട്ടുകാരനായിരിക്കെയാണ് എറണാകുളത്ത് പോയി മത്സരിച്ചത്. സ്വന്തം മണ്ഡലത്തിൽ അൻവറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ്, പാർട്ടി ചിഹ്നമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി ഇയാൾ എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്ക് വേണ്ടി പറയാമെന്നാണ്. ഞാനിവിടെ വന്നപ്പോ ജോയിയോടൊക്കെ ചോദിച്ചത്, ഷൗക്കത്ത് എവിടെയാണ് അദ്ദേഹം ഇന്നുള്ളത് എന്നാണ്. സ്വാഭാവികമായ സ്ഥാനാർത്ഥിയാണ്, കണ്ടുകളയാമെന്ന നിലക്കാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞത്, ഷൗക്കത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഖബറിടത്തിൽ അനുഗ്രഹം വാങ്ങാൻ പോയി എന്നാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ തന്റെ പാർട്ടിയുടെ തലമുതിർന്ന, ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള തലമുതിർന്ന ഒരു നേതാവിന്റെ ഒരു സന്തത സഹചാരിയായി, തന്റെ പിതാവിനെ പോലെ തന്നെ ബഹുമാനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയത്തിലെ ഒരു വലിയ നേതാവിന്റെ ഖബറിടത്തിലേക്കാണ് അദ്ദേഹം പോയത്. VS ജോയി ഇവിടെ മത്സരിക്കുന്ന സ്വരാജ്, അദ്ദേഹത്തിനും പോകാൻ ചില ഇടങ്ങളുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, അത് പക്ഷെ ഇങ്ങനെ പോയി അനുഗ്രഹം വാങ്ങാനല്ല. ഒരു കാലത്ത് സഖാവ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അനുയായിയാവാൻ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ വസ്ത്രരീതികൾ, അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ കടമെടുത്ത ഒരു കാലമുണ്ടായിരുന്നു പ്രിയപ്പെട്ട സ്വരാജിന്. അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ അമരക്കാരൻ, അതിന്റെ ഏറ്റവും പ്രാമാണികനായ നേതാവ്, എന്തൊക്കെ വിയോജിപ്പുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 10 റുപ്പികയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, അത് VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദനെ പിതൃശൂന്യൻ, തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചാണ് സ്വരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. VS അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അനുഗ്രഹം വാങ്ങാനല്ല, മാപ്പ് പറയാൻ അവിടെ പോയതിനു ശേഷമാണ് സ്വരാജ് ഈ മണ്ഡലത്തിൽ കാലുകുത്തേണ്ടത് എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധം കൊണ്ട് പറയാൻ അദ്ദേഹത്തോട് ഒരു ഉപദേശം നൽകാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. സ്വരാജ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്രയേറെ വിധേയത്വം കാണിച്ചിട്ടു മറ്റൊരു നേതാവിനെ, സ്വന്തം പാർട്ടിയിലെ തലമുതിർന്ന ഒരു നേതാവിനെ പിതൃശൂന്യൻ എന്ന് വിളിച്ചിട്ടു. അവസാനം മരുമകന്റെ കാര്യം വന്നപ്പോ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു എന്ന്, അന്ന് ഈ നിലമ്പൂരുകാരനല്ല എന്ന ബോധ്യം മറന്നുപോയി എന്ന് മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തി തോൽവി ഉറപ്പുവരുത്തി എന്നൊക്കെ മനസ്സിലാവുന്ന ഒരാളാണ് പ്രിയപ്പെട്ട സ്വരാജ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സ്വരാജിനോട് പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി അല്ല വിഷയം. ഒരു ചെറിയ ഘടകമാണ് സ്ഥാനാർത്ഥിയാവുക. അത് ഷൗക്കത്തായാലും അത് സ്വരാജായാലും ആരായിരുന്നാലും രാഷ്ട്രീയപരമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. രാഷ്ട്രീയമാണ് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ
വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ലാരിറ്റി വരുത്തേണ്ടത്, ബോധ്യപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിലെ ജനങ്ങളോട് ഒരു ബാധ്യത തീർച്ചയായും സ്വരാജിനുണ്ട്. അതെന്താണെന്ന് അറിയാമോ? സ്വരാജിന് ഈ അടുത്ത കാലത്ത് സ്വരാജ് രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ആ യുദ്ധത്തെക്കുറിച്ച് സ്വരാജ് ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി, വലിയ വിവാദങ്ങൾ ഉണ്ടായി. ആ ചർച്ചക്ക് സ്വരാജിന് മറുപടി പറയേണ്ടി വന്നു. ഒരാഴ്ചയുടെ ഉള്ളിൽ സ്വരാജ് അതിനെ വിശദീകരിക്കേണ്ടി വന്നു. കാരണം അത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. യുദ്ധം അനാവശ്യമായി ഒരു രാജ്യത്തുണ്ടാകുന്നതിന് നമ്മളൊന്നും അനുകൂലമല്ല. യുദ്ധത്തിന്റെ ഭക്തരുമല്ല നമ്മൾ, യുദ്ധം പാടില്ലെന്ന് വിചാരിക്കുന്നവരുമാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ ഒരു യുദ്ധ ആരംഭമുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയായിരുന്നു? സ്വരാജിന് എങ്ങനെയാണ് ആ യുദ്ധം ഒരു വെറുപ്പായി മാറുന്നത്? എന്തുകൊണ്ടാണ് സ്വരാജ് ആ യുദ്ധം അനാവശ്യമാണ് എന്ന് പറയാനുള്ള കാരണം? ഞാൻ പറയട്ടെ, ഒരു മുസ്ലിം എന്ന നിലക്ക് ആ യുദ്ധത്തിന്റെ അനിവാര്യത സ്വരാജിന് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. 26 പേരെ വെടിവെച്ചു കൊന്ന് അവർ ചെയ്ത ആ തീവ്രവാദികൾ ചെയ്ത ഒരു ചോദ്യവും അവരുടെ രീതിയുമുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? കലിമ ചൊല്ലൂ, കലിമ ചൊല്ലാത്തവനൊക്കെയും വെടിവെച്ചു കൊല്ലുക. ഏത് ഇസ്ലാമാണിത്? ഏത് മതമാണിത്? കലിമ ചൊല്ലാത്തവനെയൊക്കെ കൊല്ലണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദീനില്, ഇസ്ലാമില്? അങ്ങനെ ചെയ്യാറുണ്ടോ വിശ്വാസികൾ? കലിമ ചൊല്ലാത്തവരെ കൊല്ലുക. തീരുന്നില്ല. പെണ്ണുങ്ങളോട് പറയാണ്, ഏയ് പെണ്ണുങ്ങളെ കൊല്ലില്ല. എന്നാലോ ആ പെണ്ണിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച്, ആ സ്ത്രീയുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താക്കന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുക. എന്നിട്ടോ അത് ഇസ്ലാമിന്റെ പേരിലാണ് എന്ന് അവർ പറയുകയും ചെയ്യുക. അവരുടെ വെടിയുണ്ടകൾ തറച്ചത് വിശ്വാസിയായ മുസ്ലിമിന്റെ നെഞ്ചിൻ കൂട്ടിലാണ്. അവിടെയുള്ള പാവ മനുഷ്യരുടെ മേലല്ല. അത് ചെയ്തത് ഈ തോന്നിവാസത്തിന്റെ പിറകിൽ പാകിസ്ഥാൻ ആണെങ്കിൽ, എന്തിന് പാകിസ്ഥാൻ, സൗദി അറേബ്യ ആണെങ്കിൽ, ഈ നിലമ്പൂരിൽ നിന്ന് എത്ര പേര് ഹജ്ജിന് പോയി? അവർ കഅബയുടെ ചുറ്റും നിൽക്കുകയാണ് ഇപ്പോഴും. മക്കയിലാണ്, മദീനയിലാണ്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു പോകുന്ന മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വന്നാൽ ആ യുദ്ധത്തിൽ സൗദിക്കെതിരെ യുദ്ധം ചെയ്യുന്ന മുൻപന്തിയിൽ മുസ്ലിം ലീഗുകാരൻ ഉണ്ടാകണമെന്ന് പറഞ്ഞത് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ആ ഇസ്മായിൽ സാഹിബിന്റെ അനുയായി എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, സ്വരാജിന് പറ്റുമെങ്കിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് UAE-യിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്തിനാ പോയത്? ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ച് എന്തിന് യുദ്ധം, എന്തിനായിരുന്നു സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിശദീകരിക്കാൻ ഇ.ടി. മുഹമ്മദ് ബഷീർ UAE-യിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു, വിവിധ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു. രാജ്യത്തിൽ എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിശദീകരിക്കാൻ UAE കോൺസുലേറ്റില് ബഷീർ സാഹിബ് നടത്തിയ പ്രസംഗം പറ്റുമെങ്കിൽ സ്വരാജ് ഒന്ന് കേൾക്കണം. സ്വരാജിന് എങ്ങനെയാണ് ഈ യുദ്ധം വെറുതെയാവുന്നത്, ഈ യുദ്ധം ശരിയല്ലെന്ന് പറയുന്നത്, ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന് പറയുന്നത്? ഇന്ത്യയാണോ യുദ്ധം തുടങ്ങിയത്? ഇന്ത്യയാണോ? പാകിസ്ഥാൻ തുടങ്ങി വെച്ച തീവ്രവാദത്തിന് മറുപടി കൊടുക്കാൻ ഒരു രാജ്യം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നടത്തിയ യുദ്ധത്തെ പോലും അപകടകരമായ വിധത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് ഇവിടെ സ്വരാജ് ശ്രമിച്ചത്. ഞാൻ സ്വരാജിനോട് പറയുന്നത്, മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയല്ല, നിലപാടുകളാണ്, പരിപാടികളാണ്, അതുപോലെ തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ അർത്ഥത്തിൽ ഈ യുദ്ധത്തെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം വിശദീകരിക്കാൻ, ഇവിടുത്തെ അറിയാൻ ഈ രാജ്യത്തിലെ വോട്ടർമാർക്ക് അവകാശമുണ്ട്. താങ്കൾ അത് പറയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒപ്പം ഇവിടെ ഈ തെരഞ്ഞെടുപ്പില് ഞാൻ നേരത്തെ പത്രക്കാരെ കണ്ടപ്പോഴും പറഞ്ഞു, തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത് കേവലം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതൊക്കെ പിന്നീട് ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമായപ്പോൾ ഉണ്ടായതാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം PV അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അൻവർ എവിടെ നിൽക്കുന്നു എന്നതൊക്കെ, അൻവറിന്റെ രാഷ്ട്രീയം ഏത് തരത്തിൽ പോകുന്നു എന്നതൊക്കെ വരുന്ന ദിവസങ്ങളിൽ തീരുമാനിക്കേണ്ടതും രാഷ്ട്രീയത്തിൽ അതിന്റെ നിലപാടുകൾ പിന്നീട് പറയേണ്ടതുമാണ്. പക്ഷേ അൻവർ എവിടെ നിന്നാലും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്, വിശദീകരണം ആവശ്യമുള്ളതാണ്. ആ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗൗരവപ്പെട്ടതായി നിൽക്കേണ്ടത്. എന്താ അൻവർ പറഞ്ഞത്? അൻവർ CPM-ന്റെ കൂടെ ആയിരുന്നല്ലോ. ഈ നിലമ്പൂരിൽ മത്സരിച്ച് 9 വർഷം ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ കൂടെ CPM-ന്റെ കൂടെ, ഇടതുപക്ഷത്തിന്റെ കൂടെ ആയിരുന്നല്ലോ. നമ്മളെക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തോട് അടുത്ത്, നമ്മളെക്കാൾ കൂടുതൽ പിണറായിയുടെ നിലപാടുകൾ അടുത്തറിഞ്ഞ്, തനിക്ക് ബഹുമാനമുള്ള തന്റെ പിതാവിനെ പോലെ താൻ ബഹുമാനിക്കുന്ന ഒരാളെന്ന് കരുതി കൊണ്ടു നടന്ന ഒരാൾ, ഒരു നേതാവ്, അയാൾ ഭരണത്തിന്റെ സമയത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ അൻവറിന് കൃത്യമായി ബോധ്യം വന്നു.
നമുക്ക് കേട്ടതാണ്, പക്ഷെ അൻവർ അനുഭവിച്ചതാണ്. കാരണം അൻവർ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ മുന്നണിയിലാണ്. അൻവർ ഉണ്ടായിരുന്നത് ആ മന്ത്രിസഭയിൽ, അതിനകത്തുള്ള അവരുടെ പാർലമെന്ററി പാർട്ടിയിലാണ്, അവിടെയാണ്. അതുകൊണ്ട് നിങ്ങളും ഞാനും കേട്ടതിനേക്കാൾ അൻവർ അനുഭവിച്ചറിഞ്ഞ ചില പ്രശ്നങ്ങൾ അൻവർ ഉയർത്തി. ആ പ്രശ്നങ്ങൾ ചർച്ചയാണ്. അത് കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ടതാണ്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടതാണ്, ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. എന്താണത്? കേരളത്തിന്റെ പോലീസിൽ അതിഭയാനകമായ വിധത്തിലുള്ള വർഗീയവൽക്കരണം നടക്കുന്നു, സംഘീയവൽക്കരണം നടക്കുന്നു, RSS വൽക്കരണം നടക്കുന്നു. ഇത് അൻവറിന്റെ മാത്രം അഭിപ്രായമാണോ? അൻവർ മാത്രം പറഞ്ഞതാണോ? അല്ലല്ലോ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച ആനി രാജ, CPIയുടെ നേതാവല്ലേ, ആനി രാജ ഡൽഹിയിൽ വെച്ച് പറഞ്ഞത് കേരളത്തിലെ പോലീസിൽ RSS ഗാങ് പ്രവർത്തിക്കുന്നു എന്നാണ്. ഇത് നിങ്ങളൊക്കെ കേട്ടതാണ്, സകലമാന പത്രങ്ങളിലും വന്നതാണ്. അതിന്റെ പ്രതികരണം പത്രക്കാർ എടുക്കാൻ പോയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഈ വിഷയം ഞങ്ങൾ പരിശോധിക്കുമെന്നാണ്. ഈ വിഷയമല്ലേ അൻവർ പറഞ്ഞത്? ഇതല്ലേ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ ഏറ്റവും കാതലായ പ്രശ്നം എന്ന് പറയുന്നത്? രണ്ടാമത് നിങ്ങൾ കേട്ടോളൂ, RSSന്റെ ചായ്വുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസിലെ നിർണായക സ്ഥാനങ്ങളിൽ വന്നിരിക്കാൻ ശ്രമിക്കുന്നു. ആരാ പറഞ്ഞത്? രമേശ് ചെന്നിത്തലയാണോ? VD സതീശനാണോ? കുഞ്ഞാലിക്കുട്ടി സാഹിബാണോ? അല്ല. ഇത് പറഞ്ഞത് കേരളത്തിലെ പോലീസിന്റെ ചുമതലയുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ്. 2021 പത്തനംതിട്ട CPM ജില്ലാ സമ്മേളനത്തിന്റെ ചർച്ചക്കിടയിൽ പറഞ്ഞ വാക്കാണിത്. ഞാൻ ചോദിക്കുന്നത്, കോടിയേരി പറഞ്ഞ വാക്കല്ലേ 2024 അൻവർ പറയുന്നത്? ആനി രാജ പറഞ്ഞ വാക്കല്ലേ അൻവർ പറയുന്നത്? 2017 നിങ്ങൾ വീണ്ടും ആലോചിക്കണം, കന്യാകുമാരിയിൽ നടന്ന RSSന്റെ പഠന ശിബിരത്തിൽ 27 കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു. എന്നിട്ടോ അവര് തത്വമസി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച്, വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് കേരളത്തിൽ RSS അനുകൂലികളായിട്ടുള്ള ഒരു സംഘത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ആരോപണം ലീഗിന്റെതാണോ കോൺഗ്രസിന്റെതാണോ? അല്ല. കേരളത്തിലെ പത്രങ്ങൾ പരസ്യമായി ഉന്നയിച്ച തെളിവ് സഹിതം ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുത്ത വിഷയമാണ്. തത്വമസി എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി 27 പോലീസ് ഉദ്യോഗസ്ഥന്മാർ കന്യാകുമാരിയിലെ RSS പഠന ശിബിരത്തിൽ പങ്കെടുത്തു എന്നത്. അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്രമാത്രം റെലവന്റ് ആയിരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവതാണ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, തൃശൂരിലെ പോലീസ് അക്കാഡമിയിൽ ബീഫ് കൊടുക്കണില്ല എന്ന് തീരുമാനിച്ചു. ബീഫ് കൊടുക്കണം എന്നുള്ള നിർബന്ധം ആർക്കും ഇല്ല. പക്ഷെ കൊടുക്കണില്ല എന്ന് തീരുമാനിക്കുന്നതോ? ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട ഒരു ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് ഉത്തരവിടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ IG സുരേഷ് രാജാണ്. സുരേഷ് രാജ് പുരോഹിത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഇതൊക്കെ പോട്ടെ, പത്രക്കാർ ഈ വിഷയം ചോദിച്ചു, നിങ്ങൾ RSS അജണ്ട നടപ്പിലാക്കുകയാണോ? പുരോഹിതിന്റെ മറുപടി ഉണ്ട്, കേരള പോലീസിൽ എന്റെ സ്ഥാനമുണ്ടെങ്കിൽ ഞാൻ RSSന്റെ നടപടി, RSSന്റെ പദ്ധതി നടപ്പിലാക്കും. ഇത് പറഞ്ഞത് പുരോഹിതല്ലേ? ഈ രാജ്യത്തിലെ പത്രങ്ങൾ എഴുതിയതല്ലേ? അവരുടെ മുമ്പിൽ പുരോഹിതന്റെ വർത്തമാനം ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചോദിക്കുന്നത്, 2024 അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ ഇതുതന്നെയല്ലേ? ഇതല്ലേ ഉള്ളത്? ഇനി മറ്റൊന്ന്, തൃശ്ശൂരില് AIYFന്റെ സമരം നടന്നു. ആ സമരത്തെ പൊളിക്കാൻ, ആ സമരത്തിനകത്തേക്ക് ABVP-ക്കാർ ഇടിച്ചു കയറി. തൃശ്ശൂരിലാണ്. എന്താ അതിന്റെ കേസ് ഉണ്ടായത്? അവസാനം CPI അതിശക്തമാം വിധത്തിൽ CPIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അതിനെതിരെ പ്രമേയമുണ്ടാക്കി. എന്താ കാര്യം? ആ CPI-ക്കാരെ ആക്രമിച്ച യുവമോർച്ചക്കാർക്കെതിരെ കേസില്ല. ഞാൻ ഈ പറയുന്ന നിമിഷം വരെയും കേസില്ല. ഇനി മറ്റൊന്ന്, സംവിധായകൻ കമലിന്റെ വീട്ടിലേക്ക് AIYF-കാർ മാർച്ച് നടത്തി. എത്ര AIYF-കാർക്കെതിരെ കേസെടുത്തു? കമൽ പരാതി കൊടുത്തില്ലേ? കേരളത്തിലെ സിനിമാ പ്രവർത്തകന്മാർ പരാതി പറഞ്ഞില്ലേ? ഒരു കേസും ഇല്ലല്ലോ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമൽ സി എന്ന് പറയുന്ന നോവലിസ്റ്റ്, അയാൾക്കെതിരെ യുവമോർച്ചക്കാർ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോ അയാളെ പോലീസ് കോഴിക്കോട് വന്ന് അറസ്റ്റ് ചെയ്തു. ഞാൻ നിലമ്പൂരുകാരോട് പറയട്ടെ, ഈ നിലമ്പൂരില് അന്നത്തെ പോലീസ് വേട്ടയുടെ ഭാഗമായി നക്സലൈറ്റ് എന്ന് പറഞ്ഞ് കുപ്പു ദേവരാജിനെ, നക്സലൈറ്റുകാരനായ കുപ്പു ദേവരാജിനെ വെടിവെച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ടു.
അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ഈ നിലമ്പൂരിൽ വെച്ച് ബിജെപിക്കാർ ആക്രമിച്ചു. ഏതെങ്കിലും ഒരു ബിജെപിക്കാരന്റെ പേരിൽ കേസെടുത്തോ പോലീസ്? ഇല്ലെന്ന് മാത്രല്ല, ഗ്രോവാസു എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു പാവം വൃദ്ധന്റെ പേരിൽ കേസെടുത്ത് പോലീസ് കുടുങ്ങി. ഗ്രോവാസു പറഞ്ഞു, ഞാൻ ജാമ്യത്തിനൊന്നും നോക്കൂല, പോവില്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പോലീസിന് ഗ്രോവാസുവിനെ ഇറക്കി വിടേണ്ടി വന്നു ലജ്ജയോടെ. ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, മതപ്രഭാഷകനായ ഷംസുദ്ദീൻ പാലത്തിനെതിരെ നിങ്ങൾ UAPA കേസെടുത്തു. എന്നാൽ ഒരു സാധാ പെറ്റി കേസ് നിങ്ങൾ ശശികലക്കെതിരെ എടുത്തോ ഈ സമയത്ത്? ഇതൊക്കെ കേരളത്തിലുണ്ട്. എന്തിനാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേരളത്തിലെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് RSSന്റെ യോഗം ചേർന്നു. പത്രക്കാർ ചോദിച്ചു പോലീസിനോട്, എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്? അതുണ്ടായി, നടപടി വരും. എപ്പോ വരും? ഞാൻ ചോദിക്കുന്നത് നടപടി എടുത്തവരെ മാറ്റാനുള്ളതല്ല, എങ്ങനെയാണ് കേരളത്തിന്റെ പോലീസിൽ, കേരളത്തിന്റെ സിസ്റ്റത്തിനകത്തേക്ക് ഈ സംഘ് പരിവാർ കടന്നു വരുന്നത്? ഈ പ്രശ്നമാണ് 2024 അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളുടെ കാതൽ എന്ന് പറയുന്നത്. അൻവർ പറഞ്ഞത് അജിത്തിനെ കുറിച്ചാണ്, ADGP. അൻവർ പറഞ്ഞത് SP സുജിത്തിനെ കുറിച്ചാണ്. ഈ 2 വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്തില്ലേ? ഇപ്പോഴും എന്താ സ്ഥിതി? ഇത്രമേൽ പരസ്യമായി അതിശക്തമായ നിലപാടുകൾ എടുത്ത് ഈ ADGPയെ മാറ്റണമെന്ന അഭിപ്രായം ഉയർത്തിയപ്പോഴും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോഴും കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി വിജയൻ ആ അജിത്തിന്റെ കൂടെയാണ്. അയാളെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലേക്ക്, DGPയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. CPI ഉടക്കു പറഞ്ഞു. ഇപ്പോഴും ആ ശ്രമങ്ങൾ തുടരുന്നു. ഈ പ്രശ്നമാണ് അൻവർ കേരളക്കരയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പില് വേറെയും വിഷയങ്ങളുണ്ട്. നിങ്ങൾ എന്താ CPM-കാരെന്താ വിചാരിച്ചത്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേരളം പിടിക്കാനുള്ള പുറപ്പാടാണ്. 3ാമതും കേരളം പിടിക്കാൻ. 2ാമത്തെ ഗവൺമെന്റ് വരുമ്പോ നമുക്കറിയാം, കേരളം ഇങ്ങനെ വറങ്ങലിച്ചു നിൽക്കുന്ന ഒരു വല്ലാത്ത സന്നിഗ്ധമായ മുഹൂർത്തമായിരുന്നു. ആ മുഹൂർത്തത്തിൽ അവരുടെ മുമ്പിൽ പിണറായി വിജയൻ നിന്നു. അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു സകലമാന ടൂളുകളും. ലോകം തന്നെ അവസാനിക്കാൻ പോവുകയാണ് എന്ന് കരുതി പ്രവാസ ലോകം മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുമ്പോ, ലോകം മുഴുവൻ പേടിച്ചു നിൽക്കുന്ന ഒരു സന്നിഗ്ധമായ ഘട്ടത്തിൽ വളരെ ശക്തമായി ആസൂത്രിതമായി സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ 2ാം തവണത്തെ ഭരണത്തെ കൊണ്ടുവന്നു. ഇപ്പോ 3ാമത്തെയും ഭരണം കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് അതിന്റെ പ്രൊപ്പഗണ്ടയിലായിരുന്നു കുറച്ചു ദിവസം. അത് പക്ഷേ പടച്ചോൻ തന്നെ നേരിട്ട് അതങ്ങ് അവസാനിപ്പിച്ചു. ഹൈവേയുടെ പേരിലായിരുന്നു ഒരു സമരം. എന്താ പറഞ്ഞിരുന്നത്? ഹൈവേ കാണിച്ചിട്ടാ പറഞ്ഞത്. റിയാസൊക്കെ പറഞ്ഞത് 3ാമത്തെ ഗവൺമെന്റ് വരാൻ പോണത് കേരളത്തിലെ ഹൈവേയുടെ പശ്ചാത്തലത്തിലാണ്. നമ്മളിങ്ങനെ ബേജാറായി നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഹൈവേയുടെ പേരിൽ റിയാസ് എന്തിനാ ഈ ജാതി ബഹളം ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ഹൈവേ പൊളിഞ്ഞോളി. ഒരു പൊളികലാണ്. 2 കുട്ടികളൊക്കെ ട്രോളാൻ തുടങ്ങി. ഏതായാലും ഒരു മഴ കൊണ്ട് ഹൈവേ എത്തിയുമായി പോയി എന്നാണ്. കേന്ദ്രമില്ല, സുരേന്ദ്രനുമില്ല, റിയാസുമില്ല, 2ആളും കൈവിട്ട് കളഞ്ഞു. 2 പേരും കൈവിട്ടു. ആ ഹൈവേയുടെ പേരിൽ കേരളം പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സർക്കാരിന് പടച്ചോൻ തന്നെ 2 മഴ കൊണ്ട് പണി കൊടുത്തു. ഒരു ഹൈവേയുടെ വിഷയം മാത്രമല്ല റിയാസെ, സഖാവ് പിണറായി വിജയൻ പറയാം, നിങ്ങള് ഊരാലിങ്കൽ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഉണ്ടാക്കി കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ബിനാമി പണം ഉപയോഗിച്ച് കോടാനു കോടി സമ്പാദിച്ച് ഇപ്പോഴും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് പോലും പുറത്തു വിടാതെ ഈ കേരളക്കരയിൽ ഉണ്ടാക്കി വെച്ച വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നിങ്ങൾ പറയുന്നില്ലേ? എന്തൊക്കെയാ പൊളിഞ്ഞു വീഴുന്നത്? ഈ ഹൈവേ മാത്രാണോ? ഈ ഹൈവേ മാത്രാണോ പൊളിയുന്നത്? ഈ മഴ തുടങ്ങിയിട്ടില്ലല്ലോ, ജൂൺ 1 ആയിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് പൊളിഞ്ഞു വീണ റോഡുകളുടെ കണക്കറിയോ? എവിടെ റോഡുള്ളത്? ഇത്രമേൽ അഴിമതി. കാരണം ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന് CPM സമ്മതിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് അല്ല, ഞങ്ങൾ പിരിവ വാങ്ങിയത് സമ്മതിക്കുന്നില്ലേ? ആ റോഡിന്റെ പേരിൽ പൈസ CPM-കാരൻ അടിച്ചു മാറ്റി കൊണ്ടുപോയ നിരവധി. ഇത് മാത്രമല്ലല്ലോ, എന്തെല്ലാം കെ വെച്ച് തുടങ്ങിയ കെ റോഡായാലും കെ ബസ് ആയാലും കെ റെയിലായാലും എന്ന് പറഞ്ഞ് കെ എന്ന് പേരിട്ട് തുടങ്ങിയ പദ്ധതികൾ എവിടെ? ആ പദ്ധതികളുടെ പേരിൽ അടിച്ചു മാറ്റിയ സംഖ്യകൾ എവിടെ? ആ റോഡിന്റെ പദ്ധതി തകർന്നു. 2ാമത് നിങ്ങൾ പരിശോധിക്കേണ്ടത്, 2ാമത് പറഞ്ഞെന്താണ്? നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങള് അങ്ങ് ജയിച്ചു കളയും, അതിനുള്ള പണിയെടുക്കുന്നതാണ്. ആ 3ാം സർക്കാർ തുടരാനുള്ള മോഹത്തിന്റെ ആണിയടിക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ഈ തെരഞ്ഞെടുപ്പിലാണ്. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിന് എന്താണ് പ്രാധാന്യം എന്ന് ചോദിക്കണില്ലേ നിങ്ങൾ? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത് തന്നെയാണ്.
ഈ സർക്കാരിന് കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയാണൊന്ന്. രണ്ടാമത്, തെരഞ്ഞെടുപ്പ് വരുമ്പോ, വോട്ട് വരുമ്പോ മതത്തിന്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിച്ച് ജയിക്കാം, വോട്ട് വാങ്ങാം എന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷത്തോട് കേരളം വർഗീയമല്ല, കേരളം രാഷ്ട്രീയമാണ് എന്ന് പറയാൻ നിലമ്പൂർക്കാർക്ക് കിട്ടിയിട്ടുള്ള അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിന് കഴിയണം. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ, സ്ഥാനാർത്ഥി ആരാണ് എന്നതിനേക്കാൾ വലിയ വിഷയം ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി നിങ്ങൾ സ്ഥാനാർത്ഥിയെ സ്വരാജിനെ കൊണ്ടുപോയി നിർത്തുമ്പോ സ്വരാജിൽ നിങ്ങൾ നിർത്താൻ കണ്ടിട്ടുള്ള പ്രത്യേകതകൾ എന്താണ്? സ്വരാജ് പറയട്ടെ. സ്വരാജിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ? കേരളത്തിൽ 8 മാവോയിസ്റ്റുകളെ നിങ്ങൾ മനസ്സിലാക്കണം. അവര് മാവോ തീവ്രവാദത്തോട് ഒരു തരത്തിലും യോജിക്കുന്നവരല്ലല്ലോ നമ്മളൊക്കെ. നമുക്ക് വിയോജിപ്പുള്ള ആരൊക്കെ ഉണ്ട് ഇവിടെ? അവരൊക്കെ വെടിവെച്ച് കൊല്ലാന്നാണോ? അവരെ വെടിവെച്ചാണോ കൊല്ലേണ്ടത്? മാവോയിസ്റ്റുകൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ ആശയമല്ലല്ലോ അവർ സ്വീകരിക്കുന്നത്. മാവോയിസ്റ്റുകൾ മുസ്ലിം ലീഗിന്റെ ആശയാണോ? അല്ല. മാവോയിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണ്, മാർക്സിസമാണ്. ആ കമ്മ്യൂണിസവും മാർക്സിസവും നിങ്ങൾ വിചാരിക്കാത്ത തലത്തിൽ വായിക്കുന്നു മാവോയിസ്റ്റുകൾ. ആ മാവോയിസ്റ്റുകൾ ആരെങ്കിലും ഉപദ്രവിച്ചോ? നിങ്ങൾ പറയും, കേരളത്തില് മാവോയിസ്റ്റുകളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ 8 പേരെ വെടിവെച്ച് കൊന്നു. ആ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ ഞാൻ ചോദിക്കുന്നത്, സ്വരാജിന് പരാതിയുണ്ടോ? CPM-ന് പരാതിയില്ല, ഗവൺമെന്റിന് പരാതിയില്ല. ഇവിടെ വന്ന് മത്സരിക്കുന്ന സ്വരാജ് എന്താ പറയുന്നത്? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ആ 8 പേരെ വെടിവെച്ച് കൊന്ന ഗവൺമെന്റ് നടപടി ശരിയാണോ? സ്വരാജെ, ശരിയാണ് എന്നല്ലേ നിന്റെ അഭിപ്രായം? കാരണം അത് ഗവൺമെന്റിന്റെ അഭിപ്രായമാണ്. കേരളത്തിന്റെ തെരുവിൽ UAPA എന്താ നിങ്ങൾ പറഞ്ഞത്? ഒരു സംഘി അജണ്ടയാണ്. ആ സംഘി അജണ്ട വെച്ച് UAPA ചുമത്തി ആളുകളെ ജയിലിൽ അടക്കുക. ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയാലോ, അലനെ, താഹയെ, ഷൗക്കത്തിനെ, എത്ര പേരെ ജയിലടച്ചു നിങ്ങൾ? ഞാൻ സ്വരാജിനോട് ചോദിക്കുന്നു, UAPA ചുമത്തി ചെറുപ്പക്കാരെ ജയിലിൽ അടക്കുന്ന സർക്കാരിന്റെ പദ്ധതിയോട് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഇല്ലയോ? തീരുന്നില്ല. കേരളത്തിന്റെ പോലീസിനെ സംഘീവൽക്കരിക്കുന്നു, കേരളത്തിന്റെ പോലീസിനെ സംഘിയാക്കുന്നു എന്ന വ്യാപകമായ ആരോപണം സർക്കാരിനെതിരെ ഉണ്ട്. നിങ്ങൾ ഈ അഭിപ്രായത്തോട്, ഈ നടപടിക്രമങ്ങളോട് നിങ്ങളുടെ യോജിപ്പ് എന്താണ്? അല്ലെങ്കിൽ ഏത് തരത്തിലാണ്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും മ്ലേച്ഛമായ പരാമർശങ്ങൾ ഈ ഗവൺമെന്റ് നടത്തി പലതരത്തിൽ. കേരളത്തിലെ ദളിതുകളെ എത്രമാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കി. 2-3 ദിവസം മുമ്പ് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു ദളിത് സ്ത്രീ, അവര് പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണം കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് അവരെ പോലീസിൽ പിടിച്ചു, പരാതി കൊടുത്തു. പോലീസ് അവരെ നിർത്തി. ഒരു സ്ത്രീ, നിങ്ങൾ നോക്കണം, രോഗിയായ ഭർത്താവിന് 2 മക്കളെ പോറ്റാൻ പണിയെടുക്കുന്ന ഒരു സ്ത്രീ, അവര് കരഞ്ഞു പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ പോയിട്ട് തന്നെ ദിവസങ്ങളായി, സമ്മതിച്ചില്ല. ഒരു ദിവസം കിടത്തി. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ പരാതി കൊടുത്ത ഗൾഫുകാരന്റെ ഭാര്യ പോലീസ് ഓഫീസറോട് വന്നിട്ട് പറയാണ്, ആ സ്വർണം കിട്ടിയിട്ടുണ്ട്. ഈ സ്ത്രീയോട് പോലീസ് ഓഫീസർ പറയണ, CI പറയുന്ന വർത്താനുണ്ട്, അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, ആ വീടിന്റെ പരിസരത്തേക്ക് പോകരുത്. അതാണോ പറയേണ്ടത്? ഞങ്ങൾക്ക് തെറ്റുപറ്റി സഹോദരി, മാപ്പ്. അവര് തന്ന പരാതിയാണ് പ്രശ്നം. ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ഒരു വാക്ക് പറഞ്ഞില്ല. കാര്യം എന്താണ്? അവർ ദളിതാണ്, അവർ പിന്നോക്കക്കാരിയാണ്. അവരോട് എങ്ങനെ മാപ്പ് പറയാ? അവർ മനുഷ്യരല്ലല്ലോ. ആ സ്ത്രീ നിങ്ങളെ മനസ്സിലാക്കണം. എന്നിട്ട് ആ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി. ശശി എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. ശശി അവർ അപമാനിച്ചു, പരാതി വാങ്ങി കൊട്ടയിലേക്ക് എറിഞ്ഞു. ഷാജി പറഞ്ഞതാണോ? കോൺഗ്രസ് പറഞ്ഞതാണോ? ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞതാണോ? ലീഗ് പറഞ്ഞതാണോ? അല്ലല്ലോ. ഇവിടുത്തെ മീഡിയകൾ മുഴുവൻ പറഞ്ഞില്ലേ? ആ ദളിത് സ്ത്രീയോട് മര്യാദ കാണിക്കാത്ത ശശിയോട്, സ്വരാജെ, നിന്റെ നിലപാട് എന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് നീ പറയണ്ടേ? ദളിതുകളോട് കാണിക്കുന്ന സമീപനത്തിന് എന്താണ് നിന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട്? ഇനി ഞാൻ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട വലിയ ആരോപണമുണ്ട്. അവര് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണിയെടുക്കാത്തതിന് കൂലി വാങ്ങിച്ചു എന്ന അന്വേഷണമുണ്ട്, ആരോപണമുണ്ട്, ചാർജ് ഷീറ്റുണ്ട്. സ്വരാജെ, നിങ്ങളും വിശ്വസിക്കുന്നത് പിണറായി വിജയന്റെ മകൾ നിരപരാധിയാണെന്നാണോ? നിങ്ങൾക്ക് വേറെ നിലപാടുണ്ടോ? നിലപാടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. നിലപാടുണ്ടോ? അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൻ നിരപരാധിയാണ് എന്ന് തന്നെയല്ലേ സ്വരാജിന്റെ അഭിപ്രായം? പിന്നെ സ്വരാജ് വന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്താണ്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്.
നിങ്ങൾ വരുന്നത് കൊണ്ട് പ്രത്യേകത എന്താണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്നു. ഈ ഉരുൾപൊട്ടൽ നടന്ന് അത് ആ ദുരന്തത്തെ വയനാട്ടുകാരെക്കാൾ കൂടുതൽ കണ്ടവരാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ. പോത്തുകൽ അടക്കമുള്ള മഹാദുരന്തങ്ങൾ കണ്ടവരാണ്. ആ വയനാട്ടിൽ നിങ്ങൾക്കറിയാം, 700 ചില്ലാനം കോടി രൂപ ജനങ്ങൾ കൊടുത്തു സർക്കാരിന്. ആ പണം ഉപയോഗിച്ച് അവിടെ കണ്ടെത്തുന്ന വില്ലേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. ഇതാ നിങ്ങളുടെ ഈ പഞ്ചായത്തിൽ ഒരു പദ്ധതിയുണ്ട്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ലൈഫ് പദ്ധതിയുണ്ട്. എന്താ ലൈഫ് പദ്ധതി അറിയോ? നിങ്ങൾ നിങ്ങളുടെ വീടുണ്ടാക്കുകയാണെങ്കിൽ ലൈഫ് പദ്ധതിയിൽ നിന്ന് പണം തരും. തുച്ഛമായ സംഖ്യയാണ്, എന്നാലും സ്ക്വയർ ഫീറ്റിന് 1000 രൂപ. ആര് വീടുണ്ടാക്കാൻ? നമ്മളുടെ വീടുണ്ടാക്കണമെങ്കിൽ സർക്കാർ പറയുന്നു സ്ക്വയർ ഫീറ്റിന് 1000. എന്ന വയനാട്ടില് ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഊരാലിങ്കൽ വീട് വെച്ചു കൊടുക്കുമ്പോഴോ സ്ക്വയർ ഫീറ്റിന് 3000 രൂപ. ഇതെങ്ങനെയാണ്? എനിക്ക് മനസ്സിലായില്ല. എന്റെ വീട് ഞാനല്ലേ ഏറ്റവും നന്നായി എടുക്കുക? എന്റെ വീട്ടിൽ പാർക്കേണ്ടത് ഞാനല്ലേ? അപ്പൊ ഞാനല്ലേ ഏറ്റവും നന്നായിട്ട് വീട് എടുക്കുക? എന്റെ വീട് ഞാൻ എടുക്കുമ്പോ സ്ക്വയർ ഫീറ്റിന് 1000. എന്റെ വീട് കുഞ്ഞാങ്ക് എടുത്തു തരാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 3000. ഇതെന്താണോ ന്യായം? ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വയനാട് പ്രോജക്റ്റിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തത് 400 പേരാണ്. അതിൽ ലീഗിന്റെ വീട് വേറെ ഉണ്ട്, സർക്കാർ ലിസ്റ്റിൽ നിന്ന് ലീഗുകാർ എടുത്തിട്ടുണ്ട്, കോൺഗ്രസിന്റെ വേറെ ഉണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. വിശദീകരിക്കാൻ നിൽക്കണില്ല ഞാൻ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇത്രയും വീടുകൾ വേറെയും കഴിഞ്ഞ് ഇനി 400 തന്നെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെന്ന് വെക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് 800 കോടിയോളം രൂപയാണ്, കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ, അല്ലേ? 800 കോടി. അപ്പൊ ഒരാൾക്ക് 2 കോടിയാണോ ചെലവ്? ഒരാൾക്ക് 2 കോടിയാണോ? സർക്കാർ, നിങ്ങള് ഈ നാട്ടിലെ എല്ലാ ദുരന്തത്തെയും കച്ചവടം ചെയ്തവരാണ്. കൊറോണ അടക്കം, ആ കൊറോണ സമയത്ത് നിങ്ങൾ അടിച്ചുമാറ്റി കിറ്റടക്കം നിങ്ങൾ അടിച്ചുമാറ്റിയതിന്റെ കണക്കുകൾ കേരളത്തിൽ പുറത്തു വന്നതാണ്. ഈ ദുരന്തവും നിങ്ങൾ കച്ചവടം ചെയ്യാണ്. എന്റെ ചോദ്യം ഇതാണ്, സ്വരാജെ, വയനാട് ദുരന്തത്തോടനുബന്ധമായി ഇവിടെ പോത്തുകല്ലടക്കമുള്ളിടത്തുണ്ടായ മഹാദുരന്തങ്ങൾ അനുബന്ധമായി താങ്കളുടെ അഭിപ്രായം എന്താണ്? കാരണം പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു താങ്കൾ ഈ മണ്ഡലക്കാരനാണെന്ന്. അതറിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സ്വരാജിന്റെ അഭിപ്രായം എന്താണ്? സ്വരാജെ, വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള വലിയ സമരങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ഇവിടെയൊക്കെ, അല്ലേ? നിങ്ങളുടെ സർക്കാരിന്റെ പണി എന്താ? ഒരു മന്ത്രിയുണ്ട് ശശി, 5 ലക്ഷം രൂപയുടെ കുറെ ചെക്ക് എഴുതി വീട്ടിൽ വെച്ചിട്ടുണ്ട്. എവിടെങ്കിലും ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പര് വരും, ചെക്ക് കൊടുക്കും, തിരിച്ചു പോകും. ഇതല്ലല്ലോ പ്രശ്നം. ഇതാണോ ഇവിടെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം? മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ എന്താണ് സ്വരാജിന്റെ അഭിപ്രായം എന്ന് സ്വരാജ് ഒന്ന് പറഞ്ഞേ. 9 കൊല്ലമായി ഞങ്ങൾ കേട്ടിട്ടില്ല. സ്വരാജ് പറയേ. ആശാ വർക്കർമാർ തെരുവിലാണ് ഇപ്പോഴും. സ്വരാജിനെ പ്രഖ്യാപിക്കുമ്പോഴും സ്വരാജ് മത്സരിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ ബസ് സ്റ്റാൻഡുകളിൽ നട്ടപ്പാതിരക്ക് കിടന്നുറങ്ങി തെരുവുകളിൽ സമരം ചെയ്ത് കേരളം കണ്ട ഏറ്റവും വലിയ സമരത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഈ ആശാ വർക്കർമാർ സമരരംഗത്തുണ്ട്. സ്വരാജെ, അവരെ കുറിച്ച് സ്വരാജ് ഇവിടെ മത്സരിക്കുമ്പോൾ എന്താണ് അഭിപ്രായം? അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണോ? എന്റെ പ്രിയപ്പെട്ട സ്വരാജെ, കേരളത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി സമരം, ചെറുപ്പക്കാർക്ക് വേണ്ടി സമരം ചെയ്തവരല്ലേ നിങ്ങൾ? ഡിവൈഎഫ്ഐ ആവുമ്പോ ഈ ചെറുപ്പക്കാരന്റെ തൊഴിൽ കൊടുക്കാൻ 9 കൊല്ലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്താണ് ചെയ്തതെന്ന് പിന്നാമ്പുറത്തുകൂടെ ചെറുപ്പക്കാരനെ തിരികെ കയറ്റി ഈ നാട്ടിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ അപമാനിക്കുന്നു എന്ന ആരോപണത്തോട് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഒന്ന് പറഞ്ഞേ. സ്വരാജെ, നിങ്ങൾ മത്സരിക്കാൻ വരുന്ന സമയമുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ മക്കളൊക്കെ SSLCക്ക് വലിയ മാർക്കോടെ വിജയിച്ച് ഇതാ ഈ വേദിയിലടക്കം വന്ന് സമ്മാനങ്ങൾ വാങ്ങി പോകുകയാണ്. പക്ഷെ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള +2 സ്കൂളുകൾ കേരളത്തിലുണ്ടോ? അപ്പോ മലബാറിലുണ്ടോ? സ്വരാജിന് ഇപ്പൊ നാട് മനസ്സിലായല്ലോ. നിലമ്പൂരാണ് സ്വരാജിന്റെ നാട്. ഈ നിലമ്പൂരിലുണ്ടോ? മലപ്പുറത്തുണ്ടോ? മലബാറിലുണ്ടോ? നിങ്ങൾ പറ, ആ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നിട്ട് പറയാണ് എന്നാലും സ്ഥാനാർത്ഥി കൊള്ളാന്നാണ്. ഞാൻ സഖാക്കളോട് പറയട്ടെ, നിലമ്പൂരിലെ പെൺകുട്ടിക്ക് പുയ്യാപ്പിള ആലോചിക്കുന്ന കല്യാണാലോചന അല്ലത്. ഇത് രാഷ്ട്രീയം പറയേണ്ട തെരഞ്ഞെടുപ്പാണ്. മനസ്സിലായോ നിങ്ങള്? പുയ്യാപ്പിള എന്ന് വെച്ചല്ല, അത് രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് സ്വരാജെ കൃത്യമായി ഉത്തരം പറയേണ്ടി വരും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ സ്വരാജെ,
കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നിങ്ങൾക്കറിയാലോ ടീച്ചർ ആരായിരുന്നുവെന്ന്, ശൈലജ ടീച്ചർ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രി, രണ്ടാമതൊരു സ്ത്രീ മുഖ്യമന്ത്രി കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് ശൈലജ ടീച്ചറെ വെച്ച് പറഞ്ഞ സമയമുണ്ടായിരുന്നു. ആ ശൈലജ ടീച്ചറെ അടക്കം വെട്ടി. ആർക്ക് വേണ്ടി? സ്വരാജെ, മരുമോനെ കൊണ്ടുവരാൻ. സ്വരാജിന് അപ്പോഴാ മനസ്സിലായത് പിണറായി വിജയന് കുപ്പായിട്ടിട്ടോ, പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ് സ്വീകരിച്ചിട്ടോ, പിണറായി വിജയനെ പോലെ സംസാരിച്ചിട്ടൊന്നും ഇയാളെടുത്ത് കാര്യമില്ല, മരുമോനെ കഴിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ സ്വരാജ് റബലായി. ഇപ്പോ പിണറായി വിരുദ്ധ മുന്നണിയുടെ തലപ്പത്താണ് സ്വരാജ് ഉള്ളത്. അതുകൊണ്ട് ആ പണി കൂടി അവസാനിപ്പിക്കാനാണ് പിണറായി വിജയൻ ഇവിടെ കൊണ്ടുപോയി ഇട്ടത് എന്നെങ്കിലും സ്വരാജ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശൈലജ ടീച്ചറെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ തീർത്ത പോലെ, പിണറായി വിജയന്റെ കണ്ണൂരിലെ ഏറ്റവും വലിയ എതിരാളി പി ജയരാജനെ വടകരയിൽ കൊണ്ടുപോയി തോൽപ്പിച്ച് അവസാനിപ്പിച്ച പോലെ പാർട്ടിക്കകത്തുള്ള സമരവും സ്വരാജെ നിർത്തിക്കോ എന്ന് പറയാനാണ് നിലമ്പൂരിൽ സ്വരാജെ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയത് എന്ന സാമാന്യ ബോധമെങ്കിലും നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് വന്നാൽ നിനക്ക് കൊള്ളാമെന്നല്ലാതെ ഐക്യജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ ഞങ്ങളോട് കാണിച്ച നിങ്ങളുടെ നിറികെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിങ്ങൾ ആരെ ഉപയോഗിച്ചാണോ ചെയ്തത് ആ മനുഷ്യൻ തന്റെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു കാണിച്ച ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ മത്സരിക്കുന്നു. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങുന്നു. ഒന്നുകൂടെ ഞാൻ പറയുന്നത്, അവസാന ഘട്ടത്തിൽ CPM എടുക്കുന്ന മതവർഗീയത, പരസ്പര വിരുദ്ധമായ രാഷ്ട്രീയ സമീപനങ്ങൾ, എല്ലാത്തിനെയും പണം, അധികാരം, സമ്പത്ത്, ഓരോ പഞ്ചായത്തിലും വാർഡിലും ഇനിയുള്ള ദിവസങ്ങളിൽ ചുമതലയേൽക്കുന്ന മന്ത്രിമാർ അടക്കമുള്ളവർ, അവരെയൊക്കെയും നിലമ്പൂരിന്റെ പാരമ്പര്യമുണ്ട്. ഇവിടെ ആര്യാടൻ അന്തിയുറങ്ങുന്ന ഒരു മണ്ണുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു, ഇന്ന് പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾ ആര്യാടനെതിരെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ലേ? എന്താ ഇതിൽ ഇത്ര വലിയ സംഭവം ഉള്ളത്? CPMകാർക്ക് അത്ഭുതമാണ് മറ്റൊരു മുന്നണിയിൽപ്പെട്ട ഒരാളെ വിമർശിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആര്യാടൻ മുഹമ്മദിനോടല്ല, ഞാൻ ലീഗുകാരനാണ്. കോൺഗ്രസിൽ നെഹ്റുവിനെ കഴിഞ്ഞിട്ട് വേറെ നേതാവില്ലല്ലോ. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലീഗും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. നെഹ്റു ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, CH മുഹമ്മദ് കോയ സാഹിബ് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു മുന്നണി എന്ന് പറഞ്ഞാൽ ഒരു പൊതു മിനിമം പരിപാടിയാണ്, അല്ലാതെ നേതാവിന്റെ മുമ്പിൽ ട്രൗസർ ഊറിക്കൊടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പേരല്ല UDF എന്നത്. പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടുമറച്ച് മൂത്രമൊഴിക്കുമെന്ന് പേടിച്ച് സ്നഗ്ഗിട്ട് നടക്കുന്ന ഘടകകക്ഷികളല്ല ഐക്യ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ ബോധമുള്ള ഘടകകക്ഷികൾ. ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം പറയും. ഞാൻ ചോദിക്കട്ടെ, ഷൗക്കത്തുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായോ മറ്റു തരത്തിലുള്ള എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അതല്ലല്ലോ. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് UDFന്റെ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ഈ കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള വിധിയെടുത്താൻ, ആ വിധിയെടുത്തിൽ ഷൗക്കത്തിനൊരു അഭിപ്രായമുള്ളൂ, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു അഭിപ്രായമുള്ളൂ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിപ്രായമുള്ളൂ. ഞങ്ങൾ അവിടെ ഉണ്ടാവും. ലീഗ് രാഷ്ട്രീയ പാർട്ടി പറയേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ, ജനാധിപത്യപരമായി നിന്നുകൊണ്ട് തന്നെ. കോൺഗ്രസ് ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ പറയാറുണ്ട് കോൺഗ്രസിനകത്ത് വലിയ തർക്കമാണല്ലോ. കാരണം എന്താണ്? അതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഒരു ബുദ്ധിമുട്ട് വന്നാല് പറയണമെന്ന് തോന്നിയാല് നേരവും സമയമൊന്നും നോക്കൂല, എഴുന്നേറ്റങ്ങ് പറയും. അതിനാണ് ജനാധിപത്യ ബോധം എന്ന് പറയാ. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ നടക്കുന്ന പോലെ അയ്യോ അടിയൻ എന്ന് പറഞ്ഞ് നടക്കാൻ നട്ടലുള്ളവരെ കിട്ടില്ല സഖാക്കളെ. ഓർത്തോ നിങ്ങള്, ഞങ്ങളുടെ മുന്നണിക്കകത്തായാലും ഞങ്ങളുടെ പാർട്ടിക്കകത്തായാലും എല്ലാവർക്കും ഒരു ചങ്കയുള്ളൂ. നിങ്ങളെ മുന്നണിയിൽ മാത്രമേ രണ്ട് ചങ്കുള്ളവനുള്ളൂ. അവനെ പോയി പേടിച്ചാൽ മതി. ഞങ്ങൾക്ക് ആ പേടില്ലാത്തത് കൊണ്ട് നിലപാടുകൾ പറയും, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും. അത് മത്സരിക്കുന്ന സമയത്തായാലും തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലായാലും അല്ലാതെയായാലും. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ വീണ്ടും പറയട്ടെ, UDFന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അംഗീകാരം തേടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷൗക്കത്താണ്, ആര്യാടൻ ഷൗക്കത്താണ്. ഒരു ലെഗസിയുണ്ട് ആര്യാടന്റെ. ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ഏതു സാധാരണക്കാരനും ഏത് സമയത്തും ആ മനുഷ്യനെ കാണാം. ഏത് അധികാര പദവിയിൽ ഇരുന്നാലും പോയി അയാളോട് സംസാരിക്കാം. അങ്ങനെ ഒരു ലെഗസിയുള്ള ഒരു വലിയ നേതാവ്, ആ നേതാവിന്റെ മകനെ UDFന്റെ ആശയാദർശങ്ങൾക്ക് നിലക്കുന്ന വിധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളും അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളും അങ്ങനെയാണ്. എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് UDFന്റെ പ്രവർത്തകന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടുത്തെ സംഘാടകരായ ഏറ്റവും മിടുക്കരായ ഇവിടുത്തെ പ്രവർത്തകന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Different angles. Don't forget to subscribe and support this channel.